ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെയും വിശേഷങ്ങളൊക്കെ കൂടെ ഒരുമിച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമാണല്ലോ കണ്ടത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മളിതാ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിലുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടനാണ് ഇന്ന് കുക്കിംഗ് ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. സഹായിയായിട്ട് മക്കളും ഉണ്ട്. അതിനൊപ്പം തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ പയറൊക്കെ അരിഞ്ഞു വയ്ക്കുന്നത് അടുത്ത ദിവസത്തേക്കാണ്. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അരിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഫേസ് തരാതെ എത്രത്തോളം കുഴിഞ്ഞിരിക്കാമോ അത്രത്തോളം കുഴിഞ്ഞിരുന്ന് അരിഞ്ഞെടുക്കുകയാണ് നമ്മുടെ ചിഞ്ചു. അപ്പോൾ ഇതാ റൈസൊക്കെ ഉണ്ട്. റൈസൊക്കെ കഴുകി വൃത്തിയാക്കി രമേശ് ചേട്ടന് കൊടുത്താൽ മതി. എല്ലാ സാധനങ്ങളും നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മതി. പിന്നെയൊക്കെ രമേശ് ചേട്ടൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഫ്രീ ആണ്. ഞാൻ പാട്ടൊക്കെ വെച്ച് സന്തോഷിച്ച് നടക്കാണ് കേട്ടോ. ഇന്ന് പച്ചമുളക് പറിക്കാനായിട്ട് ഇതാ മുറ്റത്ത് കൂടെ അമ്മ നടക്കായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ജനലിലൂടെ രമേശ് ചേട്ടന് കൈമാറാണ് കേട്ടോ. അങ്ങനെ 2023 അങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒക്കെ വിട വാങ്ങുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു ഇതാണ് അല്ലേ. നമുക്കിങ്ങനെ പോകുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് തോന്നും, ഓഹോ കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ നല്ല നിമിഷങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ ഒരു വർഷം, അല്ലെങ്കിൽ കുറേ വിഷമിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു പോകും ആ അവസാനത്തെ ദിവസം അല്ലേ. എല്ലാവരും നല്ല ആഘോഷ തിമിർപ്പിലായിരിക്കും ഇന്ന്. അപ്പോൾ ഈ നാട് എങ്ങും ഓരോരോ പ്രോഗ്രാമുകളാണ്. അപ്പോൾ മിക്കവരും അതൊക്കെ കാണാനായിട്ട് പോവുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു എവിടേക്കാണ് ഇന്ന് പോകാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങണം. ഇന്നാണെങ്കിലോ നമ്മൾ പാചകത്തിരക്കിലാണ്, അതിനൊപ്പം തന്നെ വാചകത്തിരക്കിലുമാണ്. എന്താണ് വാചകത്തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിഷ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പഠിപ്പിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും എന്താണ് പരിപാടി, എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചും ഇവിടെ നിൽക്കുന്നവരോട് സംസാരിച്ചും അങ്ങനെ ഓടി നടന്ന് നമ്മൾ ഓരോരോ ജോലികളായിട്ട് കഴിച്ചു വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഓർത്തത് സർലാസിനുള്ള തൈര് വാങ്ങിയിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അതിനായിട്ട് പുറപ്പെടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കടയിൽ ഇവിടെ തൊട്ടടുത്താണല്ലോ, പതിയരി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് കേട്ടോ ഞാൻ ആ കാഴ്ച കണ്ടോ, ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് വലിയൊരു പാപ്പാനിയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഇന്ന് ന്യൂ ഇയർ ആഘോഷം. ഇവിടുത്തെ പിള്ളേർ സെറ്റൊക്കെ പൊടിക്കും. പിന്നെ ഒട്ടും മാന്തിച്ചില്ല, ഓടിച്ചെന്നും കഴിഞ്ഞത് ആ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇരുട്ടായി വരുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ഒരു സമയത്ത് ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ രാമകൃഷ്ണൻ ചേട്ടൻ എന്താ തൈരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മൾ വിശാലമായും കുശാലായിട്ടും ഒക്കെ ബിരിയാണി അങ്ങോട്ട് കഴിച്ചു. അതിനൊക്കെ ശേഷം നമ്മളിതാ ചാലക്കുടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ ആണെങ്കിൽ നല്ല ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ എവിടെ പോയാലും ചാലക്കുടിയിലും കൂടി ഒന്ന് പോകും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വേറെ എങ്ങുമില്ല, ഇപ്രാവശ്യം നമുക്ക് ചാലക്കുടിയിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ DJ ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ കൂറ്റൻ പാപ്പാനിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും രമേശേനും മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം സന്തോഷത്തോട് കൂടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ രാത്രി കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണല്ലോ എനിക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ക്രിസ്മസിനിട്ട ലൈറ്റുകൾ പോലും ഈ ഒരു സമയത്തൊന്നും ആരും ഊരി വെച്ചിട്ടുണ്ടായിരിക്കില്ല. അമ്മയ്ക്കാണെങ്കിൽ രാത്രി ആയതുകൊണ്ട് തന്നെ ഇത് ഏതാ സ്ഥലം എന്നും കൂടി ഒരു പിടിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സംസാരിച്ച് അങ്ങനെ ഞങ്ങളിതാ ചാലക്കുടിയിലെത്തി കേട്ടോ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ആ ലൈറ്റുകളും അതുപോലെ തന്നെ ആ ഒരു ഉദ്ഘാടന ചടങ്ങുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ആളുകളാണെങ്കിൽ ഇങ്ങനെ തുരുതുരാ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ടൈം കെടുക്കുകയാണ്. 12:30 വരെ സമയമുണ്ട്. 12:15 കൂടിയിട്ടൊക്കെ ഇവിടെ സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അത്രത്തോളം ആളുകളാണ് കേട്ടോ നാനാ സൈഡുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഈ ഹൈവേ റോഡിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ ഗ്രൗണ്ട്
ഗ്രൗണ്ട്. അപ്പോൾ എല്ലാവർക്കും വരാനും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ണഞ്ചി പോകുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ പ്ലേസൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ നല്ല ഓപ്പൺ ഗ്രൗണ്ടാണല്ലോ, ഇരിക്കാനൊക്കെ ഒരു പ്ലേസൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇരുന്നാണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടമൊക്കെ പൊടിക്കുകയാണ് കേട്ടോ. നല്ല മിന്നുന്ന നമ്മുടെ ബലൂണുകൾ, അതുപോലെ തന്നെ തൊപ്പികൾ, കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കാണാതെ നിൽക്കുന്ന ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് കൊണ്ട് നടന്ന് കാണിച്ച് കൊതിപ്പിച്ചും കഴിഞ്ഞിട്ട് മേടിപ്പിക്കും കേട്ടോ. അത്ര തന്ത്രമാണ് ഈ കച്ചവടക്കാർക്ക്. അപ്പോൾ ആ മക്കൾ ബജ്ജിയൊക്കെ വാങ്ങാനായിട്ട് പോയിക്കായിരുന്നു. അപ്പോൾ ചിഞ്ചുവിനും മുത്തിനും ഇഷ്ടം കോളിഫ്ലവർ ബജ്ജിയാണ്. ഞങ്ങൾക്ക് നമ്മുടെ മുളക് ബജ്ജിയാണ് കേട്ടോ വാങ്ങിയത്. അതാണ് എനിക്ക് രമേശേണ്ണ അമ്മയ്ക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിഞ്ഞ് ഞങ്ങളിതാ കഴിച്ചു കേട്ടോ. നമ്മുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിലും ഇവിടെ ഓരോരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളൊന്ന് കൊതിച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ഇവർ വെക്കുന്നത്. അതുകൂടാതെ ദേ ചിഞ്ചു പോയി കഴിഞ്ഞ് ബോംബെ മിഠായി അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് കൊടുക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ബോംബെ മിഠായി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ ഒരു വലുതായിട്ട് ഇങ്ങനെ കാണുമ്പോൾ വെറുതെ ഒരു ആഗ്രഹം തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും മമ്മിയും അത്ര ആവശ്യമില്ലെങ്കിലും വെറുതെ ഒന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ചു നോക്കുകയാണ് കേട്ടോ. അതുകൂടാതെ ഞങ്ങളിതാ ഒരു കപ്പലണ്ടി പൊതി കണ്ട വഴി അത് അങ്ങോട്ട് വാങ്ങിയിട്ട്, അപ്പോൾ പൊതിയൊക്കെ വലിയ പൊതിയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ അഴിച്ചിട്ട് അമ്മ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പറയണേ, എൻ്റെ മോളെ ഈ പൊതിയുടെ അടിയിലായിട്ട് കുറച്ച് കപ്പലണ്ടിയാണ്. പൊതി അങ്ങോട്ട് പൊതിഞ്ഞ് വെച്ചേക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അങ്ങോട്ട് തുറന്നു നോക്കും. കാരണം ഇപ്പോൾ കപ്പലണ്ടി ഉണ്ടാവും എന്ന് വിചാരിച്ച്. ഇതിപ്പോൾ കിണറ്റിലേക്ക് എത്തിച്ച് നോക്കുമ്പോൾ വെള്ളം കാണുന്ന പോലെയാണ് കേട്ടോ. അത്രത്തോളം താഴ്ചയിലാണ് ഈ കപ്പലണ്ടി മണികളൊക്കെ ഇട്ട് വെച്ചിരുന്നത്. എന്നാലും ഒരു രസമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഈ ഒരു ടൈമിലൊന്നും നമ്മളിങ്ങനെ പുറത്ത് പോയി ഇരിക്കുകയെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാ പാപ്പാനിയെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തോ ഒരു കുട്ടികൾ പറയുന്നുണ്ട് കേട്ടോ, ഏതോ സിനിമയിൽ ഇതുപോലത്തെ രൂപം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പൊക്കെയാണ് ഇതിൻ്റെ മുഖത്തിന് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കലും പിന്നെ DJ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ എല്ലാവരും ഡാൻസ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂട്ടം കൂടി നടക്കുമ്പോൾ അതൊന്നും പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ മാസ്കൊക്കെ ധരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി പേര് കൂടുമ്പോഴൊക്കെ മാസ്കൊക്കെ ധരിക്കുന്നത് നല്ലതായിരുന്നു. ഇവിടെ വന്നിരിക്കുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഓർമ്മ വരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഈ ഒരു കാര്യമൊന്നും ആലോചിച്ചിരുന്നില്ല. പിന്നെ ഇത് അടച്ചിട്ട ഹോളൊന്നുമല്ലല്ലോ, ഓപ്പൺ ഗ്രൗണ്ട് ആണല്ലോ എന്നൊക്കെ മനസ്സിലങ്ങോട്ട് സമാധാനിച്ച് അങ്ങോട്ട് ഇരുന്നു കേട്ടോ. ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രോഗ്രാമിനാണ് പോയിരുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ പുതുവർഷമാകുമ്പോൾ നമ്മൾ ന്യൂ റെസൊല്യൂഷനൊക്കെ നമ്മൾ എടുക്കുമല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ? ഇനിയും നല്ല രീതിക്ക് ഇത്തിരിയും കൂടി മെച്ചപ്പെട്ട രീതിയിലൊക്കെ ജീവിക്കാനായിട്ടൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ നമ്മളെ സ്വയം ഇങ്ങനെ പുതുക്കി പുരോഗമിപ്പിച്ച് അങ്ങോട്ട് നമ്മൾ ജീവിക്കണം അല്ലേ. അതിൻ്റെ ഒരു സുഖവും സന്തോഷമൊക്കെ വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു. പക്ഷെ പാപ്പാനിയെ കത്തിക്കുന്നത് വരെ ഒന്നും നിന്നില്ല. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മൾ 12:30 കൂടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ആഘോഷങ്ങൾ ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് ഉറങ്ങിയത്. അങ്ങനെ നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ പ്രകൃതിയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. കാരണം ഇതൊക്കെ കഴിഞ്ഞ വർഷം കണ്ടതല്ലേ. അങ്ങനെ ഒരു പുതിയ വീക്ഷണത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ചുറ്റുപാടൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിക്കുവിനെയും മൗഗ്ലീനെയും ഒക്കെ ഇനിയും നല്ല പോലെയൊക്കെ നോക്കണം. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജോലികളൊക്കെ നല്ല വൃത്തിയായിട്ടും കൃത്യമായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി ചെടികളും കാര്യങ്ങളൊക്കെ ഇത്തിരി വിപുലമാക്കണം. ഇനിയും ഒരുപാട് ഗ്രോ ബാഗുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇത് ഒക്കെ ഒന്ന് വിപുലമായ രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെയുള്ള ഓരോരോ തോന്നലുകളാണ് കേട്ടോ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഈ ചിന്തകളൊക്കെ ഇനിയിപ്പോൾ ഈ ആദ്യ ദിവസം മാത്രമല്ല വർഷം മുഴുവനും അങ്ങനെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൻ്റെ കൂടെ നമുക്ക് പറ്റാവുന്ന അത്ര പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വളർത്തിക്കൊണ്ട് അവരോട് സ്നേഹത്തോടും കൂടി കരുണയോടും കൂടിയൊക്കെ പെരുമാറിക്കൊണ്ടൊക്കെ നമുക്ക് നല്ല പ്രകൃതിയുമായിട്ട് ഇടപഴകി ജീവിക്കാനായിട്ട് ശ്രമിക്കാം അല്ലേ. അല്ലാതെ എല്ലാം നമ്മൾ സ്വാർത്ഥ ചിന്തയോട് കൂടിയിട്ട് നമ്മളെല്ലാത്തിനെയും വളർത്തരുത് അല്ലേ. എന്തെങ്കിലും അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവയെ സ്നേഹിക്കല്ല, ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ജീവികളെയും കൂടി നമ്മുടെ ഒപ്പമൊക്കെ കൂട്ടിയും
മൃഗങ്ങളെ വളർത്താനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ പ്രകൃതിയുടെ സ്നേഹിച്ചും സംരക്ഷിച്ചും ഒക്കെ നമുക്ക് നമ്മുടെ ഒപ്പം നിലനിർത്താം. എന്തായാലും നമ്മൾ പ്രകൃതിക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി അവർ നമുക്ക് തിരിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മരങ്ങളൊന്നും മുറിച്ച് കളയാതെ, അതുപോലെ തന്നെ രാസവളങ്ങളും മറ്റൊന്നും ഉപയോഗിക്കാതെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് വെറുപ്പ്, വിദ്വേഷം ഇതൊക്കെ എടുത്ത് കളയാം. പകരം കാണുന്നവരോടൊക്കെ കരുണ, സ്നേഹം ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.